കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. So again, back to question paper discussion. ഇന്ന് നമ്മൾ സുവോളജിന്റെ ബാക്കി ഒരു 5-6 മോഡ്യൂൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഞാനും ഇതേ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഒരു 10 to 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ സെറ്റിലും, സോ ദാറ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: the act of delivering a fetus at the end of pregnancy is called option A, lactation, option B, pregnancy, option C, parturition, or option D, coitus. പ്രഗ്നൻസിന്റെ എൻഡ് സ്റ്റേജിൽ ഫീറ്റസിന് ഡെലിവർ ചെയ്യുന്ന ആ സ്റ്റേജ് പ്രോസസ്സിന് എന്താണ് പറയുന്നത്? Option C. The correct answer is option C, parturition. പാർച്ചുറേഷൻ നമ്മുടെ ചൈൽഡ് ബർത്ത് എന്ന് പറയാറുണ്ട്. യൂട്രസിന്റെ കോൺട്രാക്ഷൻ വഴി, യൂട്രീൻ മസിൽസിന്റെ കോൺട്രാക്ഷൻ വഴി ഫീറ്റസിനെ പുറത്തോട്ട് എക്സ്പൾഷൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ കൂടെ സെർവിക്സിന്റെ യൂട്രീൻ കോൺട്രാക്ഷൻ, പിന്നെ ഹോർമോണൽ പ്ലേ, ഇതൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: vigorous contractions of the uterus during parturition are induced by option A, neuroendocrine mechanism, option B, endocrine mechanism, option C, embryo pushing out, or option D, uterine fluids. പാർച്ചുറേഷന്റെ സമയത്തുള്ള യൂട്രീൻ കൺട്രാക്ഷൻസിന്റെ മെയിൻ റീസൺ അല്ലെങ്കിൽ അത് നടത്തുന്ന ഏത് മെക്കാനിസം വഴിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Any guesses? നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം. Okay. So the correct answer for this question is option A, neuroendocrine process. പാർച്ചുറേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസിന്റെ സമയത്ത് എൻഡ് സ്റ്റേജിലുള്ള പാർച്ചുറേഷൻ, യൂട്രീൻ കൺട്രാക്ഷൻസിൽ നമുക്ക് നെർവസ് സിസ്റ്റത്തിന്റെയും ഹോർമോണൽ സിസ്റ്റത്തിന്റെയും ഒരു ഒന്നിച്ചുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതായത് മെയിൻ ആയിട്ട് ഹോർമോൺസ്, പിറ്റ്യൂട്ടറി ഹോർമോണായ ഓക്സിറ്റോക്സിനും പിന്നെ പ്ലാസന്റേന്റെ സിഗ്നൽസും വരുന്നുണ്ട്. അതേപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു കോർഡിനേഷൻ വരുന്നത്. ഇപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെയും കോർഡിനേഷൻ വഴിയാണ് പാർച്ചുറേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം അല്ലെങ്കിൽ ന്യൂറോ എൻഡോക്രൈൻ പ്രോസസ്സസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: what is the milk produced in the initial few days of lactation called? Option A, corpus luteum, option B, colostrum, option C, corpus albicans, or option D, lactum. Colostrum. Yeah, the correct answer is option B. Colostrum എന്നാണ് പറയുന്നത്. മാമറി ഗ്ലാൻസ് ഇനീഷ്യലി സെക്രേറ്റ് കൊളോസ്ട്രത്തിന് അറൌണ്ട് ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും. കാരണം അതിൽ ഭയങ്കര ന്യൂട്രിയൻസിന്റെ അളവ് കൂടുതലായിരിക്കും. ഓൾസോ ആന്റിബോഡീസിന്റെ അളവും കൂടുതലായിരിക്കും. സോ ഇത് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എസെൻഷ്യൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ direct question ആണ്. What is the period of pregnancy called? Option A, delivery, option B, menstrual cycle, option C, coitus, or option D, gestation. Gestation period. Gestation period. Period of pregnancy ന്റെ ആക്ച്വൽ സയന്റിഫിക് ടേം എന്ന് പറയുന്നത് ജെസ്റ്റേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് പ്ലാസന്റൽ മാമൽസിന്റെ കേസിൽ ഫീമെയിൽ ബോഡിന്റെ ഉള്ളിൽ എംബ്രിയോ വളരുന്ന ഒരു പീരീഡ് ആണ് ജെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്പീഷീസിന്റെ ജെസ്റ്റേഷൻ പീരീഡ് മാറിക്കൊണ്ടേയിരിക്കും. Next question: where is the male reproductive system located? Option A, pectoral region, option B, pelvis region, option C, abdominal region, or option D, lumbar region. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ബോഡിയുടെ ഏത് ഭാഗത്തായിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക? B ആണ് സർ. Yep, the correct answer is option B, pelvis region.
പെൽവിസ് റീജിയനിലാണ് ഉള്ളത്. അബ്ഡോമിനലോ ലംബാർ റീജിയനിലോ പെക്ടോറൽ റീജിയനിലോ ഒന്നും അല്ല. പെൽവിസ് റീജിയനിലാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിവൈഡ്സ് ദ സ്ക്രോട്ടം ഇന്റേണലി? സ്ക്രോട്ടത്തിന് ഇന്റേണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഡാർട്ടസ് ട്യൂണിക്, ഓപ്ഷൻ ബി വാൾസ്, ഓപ്ഷൻ സി സെപ്റ്റം ഓർ ഓപ്ഷൻ ഡി സെപ്റ്റം സ്ക്രോട്ടി. എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടോ? സ്ക്രോട്ടം ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതായിരിക്കും? Option D. Yes, the correct answer for this question is option D, septum scroti. സ്ക്രോട്ടം എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഒരു സ്ട്രക്ചർ ആയിട്ട് നമുക്ക് പറയാം. അതായത് നമ്മുടെ പെൽവിസ് റീജിയന്റെ ഇടയിൽ ലോവർ അബ്ഡോമിനൽ വോളിന്റെ സൈഡിൽ ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ആണ് സ്ക്രോട്ടം. ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ടെസ്റ്റിസിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ സ്ക്രോട്ടൽ ടിഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ആണ്. ആ മസിൽ ഫൈബേഴ്സിനെ നമ്മൾ ഡാർട്ടസ് ട്യൂണിക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ട് സ്ക്രോട്ടൽ സാക്സ് ഉണ്ട് ഓരോ ടെസ്റ്റിസിനെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഡിവൈഡ് ചെയ്യുന്ന സ്ക്രോട്ടൽ സാക്കിനെ ഡിവൈഡ് ചെയ്യുന്ന ഇന്റേണൽ ഡിവിഷൻ എന്ന് പറയുന്നത് സെപ്റ്റം സ്ക്രോട്ടിയാണ്. ആ മസിൽ ഫൈബേഴ്സ്, സ്മൂത്ത് മസിൽ ഫൈബേഴ്സ്, സ്ക്രോട്ടം ഉണ്ടാക്കിയിരിക്കുന്ന സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഡാർട്ടസ് ട്യൂണിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, testes descend permanently into their respective scrotal sacs through the dash. ഏതാണ്? ഓപ്ഷൻ എ ഇംഗ്വിനൽ കനാൽ, ഓപ്ഷൻ ബി ഗ്ലോമെറുലസ്, ഓപ്ഷൻ സി പുഡന്റൽ കനാൽ ഓർ ഓപ്ഷൻ ഡി ഇൻഫ്രാ ഓർബിറ്റൽ കനാൽ. ജനിച്ചതിന് ശേഷം സ്ക്രോട്ടൽ സാക്സിലോട്ട് ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കനാൽ ഏതാണ്? സ്ക്രോട്ടൽ സാക്സിലോട്ട് ഏത് കനാൽ വഴിയാണ് ടെസ്റ്റിസ് പോകുന്നത്, ഇറങ്ങി വരുന്നത്? ഇംഗ്വിനൽ കനാൽ, ഗ്ലോമെറുലസ്, പുഡന്റൽ കനാൽ ഓർ ഇൻഫ്രാ ഓർബിറ്റൽ കനാൽ? സർ ഓപ്ഷൻ ബി ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഇംഗ്വിനൽ കനാൽ ആണ്. ഗ്ലോമെറുലസ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നീന്റെ ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് വരുന്ന നെഫ്രോൺസ് ഉള്ള സ്ട്രക്ചർ ആണ് ഗ്ലോമെറുലസ്. ഇംഗ്വിനൽ കനാൽ വഴിയാണ്, അതായത് നമ്മുടെ ജസ്റ്റേഷൻ പീരീഡിൽ 7th മന്ത് ഓഫ് ഡെവലപ്മെന്റ് സമയത്താണ് മെയിൽസിന്റെ കേസിൽ സ്ക്രോട്ടൽ സാക്സിലോട്ട് ടെസ്റ്റിസ് ഇൻഗ്വിനൽ കനാൽസ് വഴി ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പം ചില സമയത്ത് ചില കേസസിൽ സ്ക്രോട്ടത്തിലോട്ട് ടെസ്റ്റിസ് ഇങ്ങനെ ഡിസെൻഡ് ചെയ്യൂല. ഈ ഒരു കണ്ടീഷൻ നമ്മൾ ക്രിപ്റ്റോകൈഡസ് എന്ന് പറയുന്നത്. അതായത് ആ ഡെവലപ്പ് ചെയ്ത് വരുന്ന മെയിൽസിന് പുറത്തോട്ടായിട്ട് സ്ക്രോട്ടം ഉണ്ടായിരിക്കില്ല, ടെസ്റ്റിസ് ഇന്റേണൽ ആയിട്ട് ബോഡിന്റെ ഉള്ളിലായിട്ടായിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ദാറ്റ് കണ്ടീഷൻ ഇസ് നോൺ ആസ് ക്രിപ്റ്റോകൈഡസം. സോ ഇൻഗ്വിനൽ കനാൽ വഴിയാണ് ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്സിലോട്ട് ഇറങ്ങിച്ചെല്ലുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which cells provide nutrition to germ cells? Option A Sertoli cells, option B spermatogonia, option C interstitial cells or option D Leydig cells. Germ cells in nutrition. Option D ആണ്. ഓപ്ഷൻ എ. The correct answer is option A Sertoli cells. അത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ്, ടെസ്റ്റിസിനുള്ള ക്രോസ് സെക്ഷനിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിനുള്ളിൽ രണ്ട് ടൈപ്പ് സെൽസ് ആണ് നമുക്കുള്ളത്. ജേം സെൽസ് ആയിട്ടുള്ള സ്പെർമറ്റോഗോണിയും പിന്നെ ലാർജ് സെർട്ടോളി സെൽസും. അപ്പം ഈ സ്പെർമറ്റോഗോണിയ സെൽസ് ആണ് മിയോട്ടിക് ഡിവിഷൻ വഴി സ്പേംസ് ആയിട്ട് മാറുന്നത്. സെർട്ടോളി സെൽസ് ആണ് ഈ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ സെൽസിന് വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കൊടുക്കുന്നത്. മൂന്നാമത്തെ സെൽസ് എന്ന് പറയുന്നത് ലേഡിക് സെൽസ് അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്, രണ്ടും ഒന്ന് തന്നെയാണ്. അത് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. ഈ ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റെറോൺ ആണ്. So Leydig cells produces testosterone, Sertoli cells provide nourishment, and spermatogonia cells produce sperms. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് മെയിൽ സെക്ഷൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു സെക്സ് ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്ററോൺ. Next question. The ovaries are suspended by option A fallopian tubes, option B ovarian walls, option C ligaments or option D mesovarium. ഓവറീസിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തുന്ന സ്ട്രക്ചർ ഏതാണ്? ലിഗമെന്റ്സ്. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ലിഗമെന്റ്സ് എന്ന് പറയുന്നത്
നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത സ്ട്രക്ചർ ആണ്. ഓവറീസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് ഫലോപ്പിയൻ ട്യൂബ്സ് വഴിയാണ് മേലോട്ട് പോകുന്നത്. പക്ഷെ ഫലോപ്പിയൻ ട്യൂബ്സും ഓവറിയും തമ്മിൽ ശരിക്കും ഒരു കണക്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ. ഓവർ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് മീസെൻട്രി അല്ലെങ്കിൽ മീസോവേരിയം. നമ്മുടെ ലോവർ അബ്ഡോമിനൻ, ഫീമെയിൽസിന്റെ കേസിൽ ലോവർ അബ്ഡോമിനന്റ് രണ്ട് സൈഡിലായിട്ടാണ് ഓവറീസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മീസോവേരിയം അല്ലെങ്കിൽ മീസെൻട്രി വെച്ച് പിന്നെ ഹെൽപ്പ് വെച്ചിട്ടാണ് അവിടെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Ovarian medulla contains many rounded or oval bodies called dash. Option A, corpus luteum. Option B, ovarian follicles. Option C, corpus albicans. Or option D, antrum. ഓവറിൻ ഉള്ളിൽ, അതാണ് ഓവേറിയൻ മെഡ്യൂള. ഓവേറിയൻ മെഡ്യൂളിനുള്ള ഉള്ളിലുള്ള ഓവൽ ബോഡീസ് ഏതാണ്? എന്തായിരിക്കും ഓവറിന്റെ ഉള്ളിലൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കും? Yes, the correct answer is option B, ovarian follicles. Ovarian follicles ആണ് ഓവറിന്റെ ഉള്ളിൽ, ഒവേറിയൻ മെഡ്യൂളിന്റെ ഉള്ളിലുള്ളത്. അപ്പം ഇതെന്ന് പറയുന്ന ഒവേറിയൻ ഫോളിക്യൂൾസ് ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലായിരിക്കും. കോർപ്പസ് ലൂട്ടിയം, കോർപ്പസ് ആൽബിക്കൻസ് ഒക്കെ പറയുന്നത് ഈ എഗിന്റെ ഡെവലപ്മെന്റിലുള്ള സ്റ്റേജസിലുള്ള ഡിഫറെന്റ് ലെയേഴ്സ് ആണ്. സോ ഈ ഫോളിക്കൽ സെൽസ് അതേപോലെ തന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഒക്കെ സെക്രീറ്റ് ചെയ്യാറുണ്ട് ഓരോ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഓരോ സ്റ്റേജസിലായിട്ട്. So moving on to next question. The opening of infundibulum into the body cavity is called option A, isthmus, option B, ampulla, option C, ostium, or option D, thalamus. Option A. The correct answer എന്ന് പറയുന്നത് is option C, ostium. ഇൻഫണ്ടിബുലത്തിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഓസ്റ്റിയം ആണ്. ഈ ഇൻഫണ്ടിബുലത്തിന്റെ ഏറ്റവും അറ്റത്തുള്ള കുറെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് ഫിംബ്രിയ. ഈ ഫിംബ്രിയ വെച്ചിട്ടാണ് ഓവറിൽ നിന്ന് ഓവം കളക്ട് ചെയ്തിട്ട് നേരെ ഫലോപ്പിയൻ ട്യൂബ് വഴി ഉള്ളിലോട്ട് ചെല്ലുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The outermost layer of ovary is made up of what kind of cells? Option A, simple cuboidal cells. Options B, stereocilia. Option C, stroma. Or option D, cilia. Any guesses? Simple cuboidal cells. So the correct answer is simple cuboidal cells. ഓവറിയുടെ ഏറ്റവും പുറത്തുള്ള ലെയർ എന്ന് പറയുന്നത് സിമ്പിൾ ക്യൂബോയിഡൽ സെൽസ് ആണ്. ഇത് ഒരു വിസറൽ പെരിറ്റോണി എന്ന് പറഞ്ഞ ലെയറിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ് സിമ്പിൾ ക്യൂബോയിഡൽ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is not included in the excretory system of humans? Option A, cloaca. Option B, kidney. Option C, uterus. Or option D, urethra. Option A, sir. Yeah, correct answer പറയുന്നത് cloaca ആണ്. കാരണം ക്ലോയേക്ക എന്ന് പറയുന്നത് ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലൊക്കെ ഉള്ള ലോവർ ഓർഗാനിസംസിലാണ് ക്ലോയേക്ക എന്ന് പറഞ്ഞ കോമൺ ഓപ്പണിംഗുകൾ. ഹ്യൂമൻസിന്റെ കേസസിൽ ക്ലോയേക്ക ഇല്ല. എക്സ്ക്രീറ്ററി എന്ന് പറയുന്നത് കിഡ്നി, യൂറേറ്റർ, യൂറിനറി ബ്ലാഡർ, യൂറീത്ര ഒക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Where are the kidneys situated? Option A, between 7th and 10th ribs. Option B, between the last thoracic and third lumbar vertebra. Option C, between the 8th and 9th ribs. Or option D, between the first and second thoracic vertebra. Between the last thoracic and third lumbar vertebrae. Correct answer is option B, between the last thoracic and third lumbar vertebra. ഇത് correct position. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഡയറക്റ്റ് അത് എന്താണെന്ന് അങ്ങനെ പഠിച്ചേ പറ്റും. സോ ദ പൊസിഷൻ ഓഫ് കിഡ്നി ഇസ് ബിറ്റ്വീൻ ദ ലാസ്റ്റ് thoracic and third lumbar vertebra, which is close to the dorsal inner wall of the abdominal cavity. Next question.
through which of the following nerves and blood vessels okay, nerves and enter the kidneys. Okay, which of the following താഴെ കൊടുത്ത ഏത് സ്ട്രക്ചറിലൂടെയാണ് നെർവ്സും ബ്ലഡ് വെസൽസും കിഡ്നിയിലോട്ട് എൻറ്റർ ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹൈലം, ഓപ്ഷൻ ബി ട്യൂബ്യൂൾസ്, ഓപ്ഷൻ സി പെൽവിസ് ഓർ ഓപ്ഷൻ ഡി മെഡ്യൂള. Hilum. ഹൈലം. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഹൈലം. ഹൈലം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിപ്രഷൻ പോലത്തെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതിലൂടെയാണ് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ എൻറ്റർ ചെയ്തത്. സോ ഇറ്റ് ഇസ് എ നോച്ച് which is present towards the center of the inner concave surface of the kidney. കിഡ്നിന്റെ inner concave surface ഉള്ള ഒരു നോച്ച് ലൈക്ക് സ്ട്രക്ചർ ആണ് ഹൈലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is responsible for the formation of columns of Bertini? Option A medulla, option B renal pelvis, option C calyces or option D cortex. ഓപ്ഷൻ ഡി കോർട്ടെക്സ്. Yes, the correct answer is option D cortex. കോർട്ടെക്സ് ആണ് കോളംസ് ഓഫ് ബർട്ടിനി ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ മെഡ്യൂളറി പിരമിഡ്സിന്റെ ഇടയിലോട്ട് റീനൽ കോളംസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കോർട്ടെക്സിനാണ് നമ്മൾ കോളംസ് ഓഫ് ബർട്ടിനി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മെഡ്യൂളർ റീജിയനിലുള്ള കിഡ്നി ഒരു കുറെ കോണിക്കൽ മാസ് ആക്കിയിട്ടുണ്ട്. മെഡ്യൂളറി നമ്മൾ മെഡ്യൂളറി പിരമിഡ്സ് എന്നാണ് പറയുന്നത്. ഈ മെഡ്യൂളറി പിരമിഡ്സ് കുറച്ച് പ്രൊജക്ട് ചെയ്തേക്ക് ഉള്ളിലോട്ട്, അതിനെ നമ്മൾ കാലിസസ് എന്നാണ് പറയുന്നത്. Next question, what will happen if the diameter of afferent arteriole is less than efferent arteriole? Afferent arteriole diameter efferent arteriole diameter കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഓപ്ഷൻ എ dilute urine, option B concentrated urine, option C no ultrafiltration or option D black urine. ഓപ്ഷൻ സി നോ അൾട്രാഫിൽട്രേഷൻ. അൾട്രാഫിൽട്രേഷൻ പ്രോപ്പർ ആയിട്ട് സംഭവിക്കില്ല. ഈ ആഫറന്റ് ആർട്ടീരിയോളും ഈഫറന്റ് ആർട്ടീരിയോളും തമ്മിലുള്ള ഡയമീറ്ററിന്റെ വ്യത്യാസം കാരണമാണ് പ്രോപ്പർ ആയിട്ട് അൾട്രാഫിൽട്രേഷൻ നടക്കുന്നത്. പൊതുവെ ആഫറന്റ് ആർട്ടീരിയോളുടെ ഡയമീറ്റർ കൂടുതലും ഈഫറന്റ് ആർട്ടീരിയോളുടെ ഡയമീറ്റർ കുറവായിരിക്കും. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുന്ന ബ്ലഡ് പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും. ഈ പ്രഷർ കാരണമാണ് അൾട്രാഫിൽട്രേഷൻ നടക്കുന്നത്. ഇനി എങ്ങാനും ആഫറന്റ് ആർട്ടീരിയോളുടെ ഡയമീറ്റർ കുറവാണെങ്കിൽ ആ പ്രോപ്പർ ആയിട്ട് ഒരു പ്രഷർ ബിൽഡപ്പ് ഉണ്ടാവില്ല, അപ്പം അൾട്രാ ഫിൽട്രേഷനും നടക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഓസ്മോറെഗുലേറ്റേഴ്സ്? ഓപ്ഷൻ എ animals which cannot change their body osmolarity, option B animals which can change their osmolarity sometimes, option C animals which can change their osmolarity or option D animals which cannot excrete out waste. ഓപ്ഷൻ എ animals which cannot change their body. The correct answer is option A animals which cannot change their osmolarity. അതായത് ഇവരുടെ ഓസ്മോ റെഗുലേറ്റേഴ്സ് എപ്പോഴും അവരുടെ ബോഡിന്റെ ഉള്ളത്തെ ഓസ്മോലാരിറ്റിയും അയോണിക് ബാലൻസും കോൺസ്റ്റന്റ് ആയിട്ടാണ് നിർത്തുക. പുറത്തുള്ള എൻവയൺമെന്റിന്റെ ഓസ്മോട്ടിക് ബാലൻസ് മാറുന്നതിനനുസരിച്ച് അവർ അവരുടെ ബോഡിന്റെ ഉള്ളത്തെ അയോണിക് ബാലൻസ് മാറ്റില്ല, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യും. നേരെ മറിച്ച് ഓസ്മോ കൺഫേമേഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ചുറ്റുമുള്ള എൻവയൺമെന്റിന്റെ അയോണിക് ബാലൻസ് അല്ലെങ്കിൽ ഓസ്മോളാരിറ്റി മാറുന്നതിനനുസരിച്ച് അവരുടെ ബോഡിന്റെ ഓസ്മോളാരിറ്റി അവർ മാറ്റിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not accumulated by the body of living organisms? Option A ammonia, option B carbon dioxide, option C urea or option D oxygen. ഓപ്ഷൻ ബി കാർബൺ ഡയോക്സൈഡ്. Oxygen. Yeah, the correct answer is option D oxygen. കാരണം ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്യാസ്, റെസ്പിറേറ്ററി ഗ്യാസ് ആണ്. അപ്പൊ നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാണ് ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് അമോണിയ, കാർബൺ ഡയോക്സൈഡ്, പിന്നെ യൂറിയ, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്, ബൈ പ്രോഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് എക്സ്പെൽ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. അമോണിയ, യൂറിയ, യൂറിക് ആസിഡ്, പിന്നെ അതേപോലെ തന്നെ അയോൺസ് ആയിട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. Next question, which of the following is the most toxic form of nitrogenous waste? Option A guanine, option B ammonia, option C urea or option D uric acid. ഓപ്ഷൻ ബി അമോണിയ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അമോണിയ ആണ്. അതേപോലെ തന്നെ അമോണിയ എന്ന് പറയുന്നത് എക്സ്ക്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുറത്തോട്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളവും യൂസ് ചെയ്യും. സോ
വാട്ടർ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൈട്രോജനസ് വേസ്റ്റ് ആണ് അമോണിയ. കാരണം അത്രയും ടോക്സിക് ആയതുകൊണ്ട് ബോഡിയിൽ നിന്ന് ഡൈല്യൂട്ട് ആയിട്ട് മാത്രമേ പുറത്തേക്ക് വിടാൻ പാടുള്ളൂ. സോ എക്സ്ക്രീറ്റ് ചെയ്യണമെങ്കിൽ വെള്ളത്തിന്റെ അളവും കൂടുതലായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a uricotelic organism? Option A, mammals. Option B, reptiles. Option C, birds. Or option D, land snails. Option A, ma'am. The correct answer is option A, mammals. ബാക്കി 3 ഓർഗാനിസംസും യൂറിക്കോടെലിക് ആണ്. യൂറിക്കോടെലിക് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിട്ടാണ് അവര് നൈട്രോജനസ് വേസ്റ്റിനെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. യൂറിക്കോടെലിക് ആയിട്ടുള്ള ഓർഗാനിസംസ് വളരെ കുറച്ച് വെള്ളം മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഈ യൂറിക് ആസിഡ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് യൂഷ്വലി ഒരു പെല്ലറ്റ് ആയിട്ട് അല്ലെങ്കിൽ പേസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കും. കാരണം വെള്ളം കൺസേവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അവർ യൂറിക്കോടെലിക് ആയിട്ടുള്ള ഒരു അഡാപ്റ്റേഷൻ എടുക്കുന്നത്. മാമൽസ് യൂഷ്വലി യൂറിയോടെലിക് ആണ്. അതായത് യൂറിയയുടെ ഫോമിലാണ് അവർ പൊതുവെ നൈട്രോജനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following organisms has flame cells for extinction? Option A, flatworms. Option B, roundworms. Option C, hookworms. Or option D, pinworms. Option A, flatworms. Flatworms. Correct answer is option A, flatworms. Flatworms അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ. ഫ്ലാറ്റ്വർംസ് സച്ച് ആസ് പ്ലനേറിയ, റോട്ടിഫേഴ്സ്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് അനിലിഡ്സും പിന്നെ സെഫാലോപോഡേറ്റ്സ് ലൈക്ക് ആംഫിയോക്സസ് ഇവരുടെ ഒക്കെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ. പ്രോട്ടോനെഫ്രീഡിയ എന്ന് പറയുന്നത് നെഫ്രീഡിയനേക്കാളും കുറച്ചും കൂടെ പ്രിമിറ്റീവ് അല്ലെങ്കിൽ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not situated in the cortical region of kidney? Option A, PCT. Option B, DCT. Option C, malphizian corpuscle. Or option D, loop of Henle. കോർട്ടെക്സ് റീജിയനിൽ സിറ്റുവേറ്റ് ചെയ്യാത്ത സ്ട്രക്ചർ ഏതാണ് കിഡ്നിയുടെ? Option D, loop of Henle. Yeah, the correct answer is option D, loop of Henle. Proximal convoluted tubule, distal convoluted tubule, പിന്നെ malphizian corpuscle ഇതൊക്കെ കോർട്ടിക്കൽ റീജിയൻ ആണ്. പക്ഷെ ഹെൻലീസ് ലൂപ്പ് ഭയങ്കര ഡിപ്പ് ചെയ്തിട്ട് മെഡ്യൂളറി റീജിയനിലോട്ടാണ് കൂടുതലും കാണുന്നത്, മിക്ക ഹെൻലീസ് ലൂപ്പും. Next question, the outer layer of Bowman's capsule is made up of which of the following epithelium? Option A, the outer layer of Bowman's capsule is made up of which of the following epithelium? Option A, squamous epithelium. Option B, transitional epithelium. Option C, cuboidal epithelium. Or option D, columnar epithelium. Squamous epithelium. Yeah, the correct answer is squamous epithelium. അതെന്ന് പറയുന്നത് ബോമൻസ് ക്യാപ്സുൽ 2 ലെയർ ഉണ്ട്, ഔട്ടർ ലെയർ ഉണ്ട്, ഇന്നർ ലെയർ ഉണ്ട്. ഔട്ടർ ലെയർ സ്ക്വേമസ് എപ്പിത്തീലിയം, ഇന്നർ ലെയറിൽ കുറെ പോഡോസൈറ്റ്സ് ഉണ്ടാവും വിത്ത് ഫിൽട്രേഷൻസ്. പിന്നെ ട്രാൻസിഷനിൽ ഈ ചില യൂറേറ്റേഴ്സ്, റീനൽ പെൽവിസ്, യൂറിനറി ബ്ലാഡർ ഇവരുടെ ഒക്കെ കേസിൽ ഒരു ട്രാൻസിഷണൽ എപ്പിത്തീലിയം കൂടി ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ, അതായത് നമ്മുടെ ഹോർമോണൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. First question, which of these is not a function of thyroid hormones? Option A, regulation of basal metabolic rate. Option B, erythropoiesis. Option C, maintenance of electrolytic balance. Or option D, regulation of diurnal cycle. Option D. Option D. Correct answer is option D, regulation of diurnal cycle. കാരണം തൈറോയിഡ് ഹോർമോൺസ് എന്ന് പറയുന്ന വൺ ഓഫ് ദി മെയിൻ ഫംഗ്ഷൻസ് ആണ് ബേസൽ മെറ്റബോളിക് റേറ്റ് റെഗുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എറിത്രോപോയസിസ്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവാനും പിന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രോലൈറ്റിക് ബാലൻസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ പീനിയൽ ഗ്ലാൻഡ്സ് ആണ് നമ്മുടെ ബോഡിയുടെ ഡയൂണൽ സൈക്കിള് റെഗുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of these is not a function of parathyroid hormone or PTH? Option A, reduces calcium reabsorption from digested food. Option B, increases calcium ion level in blood. Option C, stimulates demineralization. Or option D, stimulates
reabsorption of calcium ions in kidneys? Option A reduces calcium ion reabsorption from digested food. Yeah, the correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ മെയിൻ ഫംഗ്ഷൻ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം അയോൺ ലെവൽസ് കൂട്ടുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. സോ ഡൈജസ്റ്റഡ് ഫുഡിന് കാൽഷ്യം അയോൺസ് റീഅബ്സോർപ്ഷൻ കുറച്ചാല് നമ്മുടെ ബ്ലഡിന്റെ കാൽഷ്യം അയോൺ ലെവൽസും കുറയും. അപ്പൊ അതൊരു ഫംഗ്ഷൻ അല്ല. ഇറ്റ് ഇസ് സെക്രട്ടഡ് ബൈ ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മുടെ ബ്ലഡ് കാൽഷ്യം ലെവൽസ് കൂട്ടുക എങ്ങനെയൊക്കെ ബോൺസിൽ നിന്ന് കാൽഷ്യം അബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലോട്ട് പമ്പ് ചെയ്യുക. അതേപോലെ തന്നെ കിഡ്നീസിൽ നിന്ന് കാൽഷ്യം റീഅബ്സോർബ് ചെയ്തിട്ട് ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ബ്ലഡിന്റെ കാൽഷ്യം ലെവൽസ് കൂട്ടുന്നത്. Moving on to next question. What is the disease caused by the deficiency of adrenal cortex hormones? Option A, acromegaly. Option B, Graves' disease. Option C, Addison's disease. Or option D, diabetes insipidus. Option C, Addison's disease. Yeah. The correct answer is option C, Addison's disease. Adrenal cortex ന്റെ പ്രോപ്പർ ആയിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാത്തുള്ള ഒരു കണ്ടീഷനാണ് അഡിസൺസ് ഡിസീസ്. ഇത് കാരണം നമുക്ക് മെറ്റബോളിക് റേറ്റ് ഒക്കെ കുറയും. അപ്പം നമുക്ക് ഫാറ്റീഗ് ആൻഡ് വീക്ക്നെസ് ഒക്കെ വരും. പിന്നെ അക്രോമെഗലി ഓർ ജൈഗാനിസ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ഹോർമോൺസ് വല്ലാണ്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ടീഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റക്കോളമൈൻസ് ആർ സെക്രീറ്റഡ് ബൈ ഓപ്ഷൻ എ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, ഓപ്ഷൻ ബി ആന്റീരിയർ പിറ്റ്യൂട്ടറി, ഓപ്ഷൻ സി adrenal cortex, or option D adrenal medulla. Option D, adrenal medulla. Adrenal medulla. Yeah. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി adrenal medulla ആണ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ ഉള്ളത്തെ റീജിയൻ ആണ് കാറ്റക്കോളമൈൻസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ സ്ട്രെസ് ഹോർമോൺസ് സ്ട്രെസ് റെസ്പോൺസിന്റെ കേസസിലൊക്കെയാണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഹോർമോൺസ് അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. ഇവരുടെ ഫങ്ഷൻസ് പറയുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടുക, പിന്നെ മെറ്റബോളിക് റേറ്റ് കൂട്ടുക, ഇതൊക്കെയാണ് കാറ്റക്കോളമൈൻസിന്റെ ഫങ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of these hormones would be rapidly secreted in a human if they are being chased by a dog? Option A, somatostatin. Option B, somatotropin. Option C, epinephrine. Or option D, prolactin. Option C, epinephrine. The correct answer is option C, epinephrine. Epinephrine അല്ലെങ്കിൽ adrenaline. ഇത് നമ്മൾ എമർജൻസി ഹോർമോൺസ് ആണ് പറയുക. സ്ട്രെസ്സിന്റെ സമയത്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അഡ്രിനൽ കോർട്ടെക്സ് ആണ് ഇത് സെക്രീറ്റ് ചെയ്യുന്നത്. സോ ഇത് കാരണം നമ്മുടെ സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ, പിന്നെ പ്യൂപ്പിൾസിന്റെ ഡൈലേഷൻ, ഡൈജഷൻ കൂടുക, ഇതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of these is not an effect of catecholamine secretion? Option A, pyroerection. Option B, pupillary dilation. Option C, glycogen formation. Or option D, increase in heart rate. കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. ഇനിയും പഠിച്ചു തുടങ്ങിയില്ല എന്നതാണ് നിങ്ങളുടെ പ്രധാന വെല്ലുവിളിയെങ്കിൽ ടെക് PSCയുടെ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളുടെ പുതിയ ബാച്ചിൽ നിങ്ങൾക്കും അംഗമാകാം. വിജയ ചരിത്രം ആവർത്തിക്കുന്നതിനായി കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററുടെ നേതൃത്വത്തിൽ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, capsule notes and other study materials in PDF format, doubt clearance and mentorship, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 എന്ന നിസ്സാരമായ ഫീസിൽ. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷൻ ഉറപ്പിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. Option C, glycogen formation. Information. Correct answer is option C, glycogen formation. കാരണം കാറ്റക്കോളമൈൻസ് ആയിട്ട് നമ്മുടെ എമർജൻസി കണ്ടീഷൻസ് ആണ് റിലീസ് ചെയ്തത്. ഇപ്പൊ ഗ്ലൈക്കജൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യുന്ന ഫോമാണ്. എമർജൻസി സിറ്റുവേഷൻസിൽ വി നീഡ് ഗ്ലൂക്കോസ്. നമ്മുടെ ബോഡിയിലത്തെ ഓരോ ആവശ്യങ്ങൾക്ക് പെർഫോം ചെയ്യുന്ന ഗ്ലൂക്കോസ് ആവശ്യമാണ്. അപ്പൊ അത് ഒരിക്കലും
ഗ്ലൈക്കജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കില്ല. നേരെ മറിച്ച് ഗ്ലൈക്കജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബ്ലഡിന്റെ ഗ്ലൂക്കോസിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൈക്കജനെ ബ്രേക്ക് ആണ് ചെയ്യുന്നത്. കാറ്റക്കോളമൈൻസിന്റെ ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി ഔട്ടർ ലെയർ ഓഫ് അഡ്രിനൽ കോർട്ടെക്സ്? ഓപ്ഷൻ എ സോണ റെറ്റിക്കുലാരിസ്, ഓപ്ഷൻ ബി സോണ ഗ്ലോമെറുലോസ, ഓപ്ഷൻ സി സോണ ഫാസിക്കുലേറ്റ, ഓർ ഓപ്ഷൻ ഡി സോണ പെലൂസിഡ. Zona glomerulosa. Glomerulosa. Yes, correct answer is zona glomerulosa. Adrenal cortexന് 3 layers ആയിട്ടാണ് ഉള്ളത്. Inner layer zona reticularis, middle layer zona fasciculata and outer layer zona glomerulosa. Zona pellucida എന്ന് പറയുന്നത് ഓവം സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ലെയർ ഓഫ് കവറിംഗ് ആണ്. നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is absent on blood? Option A fluid matrix, option B plasma, option C fibroblast, or option D formed elements. Option C fibroblast. Correct answer is option C fibroblast. Fibroblast എന്ന് പറയുന്നത് നമ്മുടെ ഏരിയോള ടിഷ്യൂ, അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതിന്റെ ഫൈബേഴ്സ് ഒക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ് ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഓപ്ഷൻസും ബ്ലഡിലുള്ള കോമ്പോണൻസ് ആണ്. Next question, how much percentage of plasma is present in blood? Option A 5%, option B 45%, option C 50%, and option D 55%. 55%. 5%. Yeah, the correct answer is option D 55%. Plasma എന്ന് പറയുന്നത് 55% of blood ആണ്. അതിൽ തന്നെ 90 to 92% of plasma water and around 6 to 8% is proteins. Main proteins എന്ന് പറയുന്നത് fibrinogen, albumin, globulins. Next question, which of the following are needed for clotting of blood? Option A fibrinogen, option B albumin, option C globulin, or option D magnesium ions. Correct answer is option A fibrinogen. ഫൈബ്രിനോജൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ ബ്ലഡ് കൊയാഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്ലോബുലിൻസ് യൂഷ്വലി നമ്മുടെ ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ്. ഓൾസോ ആൽബുമിൻസ് നമ്മുടെ ബോഡിയിലുള്ള ഓസ്മോട്ടിക് ബാലൻസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പ്ലാസ്മ വിതൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നോൺ ആസ്? ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി സീറം, ഓപ്ഷൻ സി ലിംഫ്, ഓർ ഓപ്ഷൻ ഡി ഫ്ലൂയിഡ്. Option B serum. Yeah, correct answer is serum. Plasma clotting factors ഇല്ലാത്ത പ്ലാസ്മ നമ്മൾ സീറം എന്നാണ് പറയുന്നത്. ഇപ്പൊ യൂഷ്വലി ബ്ലഡിന്റെ കേസിൽ ബ്ലഡ് ക്ലോട്ടിങ് അല്ലെങ്കിൽ കൊയാഗുലേഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ഇത് ഇനാക്റ്റീവ് സ്റ്റേജിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് RBC? ഓപ്ഷൻ എ 120 seconds, option B 120 hours, option C 120 days, or option D 120 weeks. Option C, sir. 120 days. Yep. Correct answer option C 120 days. RBCന്റെ ഒരു ആവറേജ് ലൈഫ് സ്പാൻ ആണ് 120 days. ഇത് എന്നിട്ട് 120 days കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലീനിൽ പോയിട്ടാണ് അത് ഡിസ്ട്രോയ് ആവുന്നത്. ഇതിന് അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലീനെ ഗ്രേവ്യാർഡ് ഓഫ് RBCs പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the color of leukocytes? Option A white, option B yellow, option C red, or option D colorless. Option A, sir. A color. Correct answer for this is option D colorless. Leukocytes white blood cells എന്നാണ് പറയുന്നെങ്കിലും അവരെ കളർലെസ് എന്നാണ് വിളിക്കാറ്. യൂഷ്വലി അത് ആക്ച്വലി കളർലെസ് ആണ്, പക്ഷെ അവരെ വൈറ്റ് ബ്ലഡ് സെൽസ് എന്നാണ് വിളിക്കുന്നത്. ല്യൂക്കോസൈറ്റ്സിന് ഹീമോഗ്ലോബിൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are most abundant in WBC? Option A neutrophils, option B basophils, option C eosinophils, or option D lymphocytes. Option A, sir. The correct answer for this question is option A neutrophils. Neutrophils are ഏറ്റവും abundant ആയിട്ടുള്ള WBC. Total WBC 60 to 65% neutrophils ആണ്.
ഏറ്റവും കുറവ് ബേസോഫിൽസ് ആണ്. അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് 0.5 to 1% of total WBCs. Next question. Which of the following WBCs are involved in allergic reactions? Option A, basophils. Option B, eosinophils. Option C, neutrophils. Or option D, monocytes. Option B is not Eosinophil. The correct answer, allergic reactions ഉണ്ടാക്കുന്നത് is option B, eosinophils. ന്യൂട്രോഫിൽസും മോണോസൈറ്റ്സും ഫാഗോസൈറ്റിക് സെൽസ് ആണ്. അവര് നമ്മുടെ ബോഡിയിലത്തെ ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെ ഫോറിൻ ഓർഗാനിസംസിനൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്ന സെൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Platelets are produced from which of the following cells? Option A, erythroid progenitor cells. Option B, thrombocytes. Option C, megakaryocytes. Or option D, lymphocytes. Option C, megakaryocytes. Yeah, the correct answer is option C, megakaryocytes. പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ത്രോംബോസൈറ്റ്സ് എന്നും പറയാറുണ്ട്. ഇത് ആക്ച്വലി സെൽ ഫ്രാഗ്മെന്റ്സ് ആണ്. മെഗാ കാരിയോസൈറ്റ്സ് ഇങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്തിട്ടാണ് പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ ഓരോ സെൽസും ഏതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത്. ബേസിക്കലി എല്ലാ സെൽസും ബോൺ മാരോയിലുള്ള ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് ആണ് പ്രൊഡ്യൂസ് ആവുന്നത്. അതിന്ന് എന്നിട്ട് ഓരോ മൈലോയിഡ് പ്രൊജനൈറ്റർ സെൽസ് ആണ് ഡെൻഡ്രിറ്റിക് സെൽസ് വരുന്നത്. ദെൻ മൈലോയിഡ് പ്രൊജനൈറ്ററിലുള്ള മെഗാ കാരിയോസൈറ്റ്സ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് വരുന്നത്. ദെൻ ലിംഫോയിഡ് പ്രൊജനൈറ്റർ സെൽസ് എന്നാണ് ടി സെൽസും ബി സെൽസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് ടിഷ്യൂ ഇസ് ബ്ലഡ്? ഓപ്ഷൻ എ, loose connective tissue. Option B, dense connective tissue. Option C, mucoid connective tissue. Or option D, specialized connective tissue. Option D, specialized connective tissue. Connective tissue. ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. കാരണം എന്താ വെച്ചാല് ബ്ലഡ് നമ്മൾ ഒരിക്കലും ടിഷ്യൂ ആയിട്ട് നമ്മൾ പരിഗണിക്കാറില്ലെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. കാരണം അത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡീനെ കണക്ട് ചെയ്തിട്ട് ഇവര് തമ്മിൽ സബ്സ്റ്റൻസസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ യൂഷ്വലി കണക്റ്റീവ് ടിഷ്യൂസ് ഇത് സോളിഡ് മാട്രിക്സ് ആണുള്ളത്. പക്ഷെ ബ്ലഡിന്റെ കേസിൽ ഒരു ലിക്വിഡ് മാട്രിക്സ് ആണുള്ളത്. ഈ ലിക്വിഡ് മാട്രിക്സ് നമ്മൾ പ്ലാസ്മ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാസ്മയിൽ അല്ലെങ്കിൽ ലിക്വിഡ് മാട്രിക്സിൽ യു ഹാവ് ഡിഫറെന്റ് സസ്പെൻഡഡ് സെൽസ് ലൈക്ക് റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇതിന് ഓരോന്നിനും സ്പെസിഫിക് ഫംഗ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലഡിനെ ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the average number of leukocytes per cubic millimeter of blood? Option A, 10,000 to 20,000. Option B, 5 to 5.5 million. Option C, 6,000 to 8,000. Or option D, 300 to 1,000. Option C, 6,000 to 8,000. Option C. പറയുന്നത് ല്യൂക്കോസൈറ്റ്സിന്റെ എണ്ണം ഓപ്ഷൻ സി 6,000 to 8,000. ആവറേജ് നമ്പർ ആണ് 6,000 to 8,000 എന്നാണ് പറയുന്നത്. Next question. What is the opening between the right auricle and right ventricle called? Option A, aortic valve. Option B, bicuspid valve. Option C, tricuspid valve. Or option D, pulmonary valve. Option C, tricuspid valve. Yes, the correct answer. റൈറ്റ് ഓറിക്കിളിനെ റൈറ്റ് വെൻട്രിക്കിളിനെ കണക്ട് ചെയ്യുന്ന ഓപ്പണിംഗ് എന്ന് പറയുന്നത് ട്രൈകാസ്പിഡ് വാൾവ് ആണ്. കാരണം ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബാക്ക് ഫ്ലോ ബ്ലഡിന്റെ ബാക്ക് ഫ്ലോനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൾവ്സ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of these structures is close to AVN or AV node? Option A, SA node. Option B, left ventricle. Option C, atrioventricular septum. Or option D, aorta. Option C, atrioventricular septum. Yes, correct answer is option C, atrioventricular septum. Atrioventricular node അല്ലെങ്കിൽ AV node നമ്മുടെ റൈറ്റ് ഏട്രിയത്തിന്റെ അടുത്തോട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് atrioventricular septum ആണ്. It separates atrium and ventricles. Next question. Which of the following waves represent the excitation of atria? Option A, P wave. Option B, QRS complex. Option C, T wave. Or option D, ST segment. Option A, P wave. Correct answer is option A, P wave.
പി വേവ് ആണ് നമ്മുടെ ഏട്രിയൽ എക്സൈറ്റേഷൻ ഓർ ഏട്രിയൽ ഡീപോളറൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റീജിയൻ. പിന്നെ ടി വേവ് ഇറ്റ് റെപ്രസെന്റ്സ് ദ റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആൻഡ് QRS കോംപ്ലക്സ് ഇൻഡിക്കേറ്റ്സ് വെൻട്രിക്കുലർ എക്സൈറ്റേഷൻ ഓർ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. Next question. What is CAD also known as? Option A, hypertension. Option B, atherosclerosis. Option B, arteriosclerosis. Option C, atherosclerosis. Or option D, angina. Option C. Yes. CAD or coronary artery disease is also known as atherosclerosis. അത് coronary arteries ഉണ്ടാകുന്ന condition ആണ്. ഇവിടെ കൊറോണറി ആർട്ടറീസിൽ കുറെ ഫാറ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആർട്ടീരിയൽ ലൂമെൻസിന്റെ നാരോയിങ് ആണ് കാരണം. ഇത് കാരണം ബ്ലഡ് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റൂല. Now moving on to some questions related to respiratory system. Okay, first question. Gaseous exchange is held by option A, osmosis. Option B, simple diffusion. Option C, facilitated diffusion. Or option D, co-transport. Option B, simple diffusion. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിമ്പിൾ ഡിഫ്യൂഷൻ ആണ്. ഗേഷ്യസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എനർജി ഒന്നും യൂസ് ചെയ്യാണ്ട് സംഭവിക്കുന്ന ഒരു പാസീവ് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പം ഇത് ഹൈ പാർഷ്യൽ പ്രഷറിന് ഒരു ലോ പാർഷ്യൽ പ്രഷർ റീജിയനിലോട്ട് മെംബ്രെയിൻ വഴി നടക്കുന്ന ഒരു സിമ്പിൾ ഡിഫ്യൂഷൻ പ്രോസസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Solubility of carbon dioxide is dash than oxygen. Option A, more. Option B, less. Option C, 50 times more. Or option D, equal. More. A, More than oxygen. Yes, the correct answer is option A, more. കാർബൺ ഡയോക്സൈഡ് ഓക്സിജനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ സോളിബിലിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 20 to 25 ടൈംസ് ഹയർ ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡിൽ കൂടുതൽ ഡിസോൾവ് ആവാൻ പറ്റുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഹീമോഗ്ലോബിന് കൂടുതൽ അഫിനിറ്റി ഉള്ളതും കാർബൺ ഡയോക്സൈഡിനാണ്. Next question. What is the concentration of oxygen in expired air? Option A, 9%. Option B, 4%. Option C, 10%. Or option D, 16%. 16%. Yes, the correct answer is option D, 16%. നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന എയറിൽ ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ഇസ് ഓൾമോസ്റ്റ് 19.6%. ആൻഡ് നമ്മൾ എക്സ്പയർ ചെയ്യുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ ബിക്കംസ് ഓൾമോസ്റ്റ് 15.7%, ക്ലോസ് ടു 16%. സോ ഓൾമോസ്റ്റ് 4% ഓഫ് ഓക്സിജൻ നമ്മുടെ ബ്ലഡ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇൻസ്പയർഡ് എയറിലുള്ള കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ ഇസ് അറൌണ്ട് 0.04%, ബട്ട് എക്സ്പയർഡ് എയറിൽ അറൌണ്ട് 3.6% കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. ഓൾമോസ്റ്റ് 3.56% കാർബൺ ഡയോക്സൈഡ് നമ്മുടെ എക്സ്പയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Partial pressure of oxygen in alveolar air is option A, 159 millimeter mercury. Options B, 90 mmHg. Option C, 104 mmHg. Or option D, 45 mmHg. 104 mmHg. Option C, 104. Correct answer is option C, 104. Option alveolar airലുള്ള ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ is 104 mmHg. ഇത് ആർട്ടീരിയൽ ബ്ലഡില് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ is just 40. അതുകൊണ്ടാണ് ഈ ഒരു പാർഷ്യൽ പ്രഷറിന്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ആൽവിയോളാർ എയറിൽ നിന്ന് ആർട്ടീരിയൽ ബ്ലഡിലോട്ട് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following does not consist the diffusion membrane? Option A, thin squamous epithelium of alveoli. Option B, cuboidal epithelium of alveoli. Option C, basement membrane. Or option D, endothelium of blood capillaries. Cuboidal epithelium of alveoli. Yes, the correct answer is option B, cuboidal epithelium of alveoli. ആൽവിയോളൈന്റെ ഒരു ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സിമ്പിൾ സ്ക്വേമസ് എപ്പിത്തീലിയം ആണ്. പിന്നെ ഡിഫ്യൂഷൻ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ 3 ലെയേഴ്സ് ആണുള്ളത്. അത് ഏറ്റവും മേലെ ആൽവിയോളൈന്റെ സ്ക്വേമസ് എപ്പിത്തീലിയം, ദെൻ ബ്ലഡ് കാപ്പിലറീസിന്റെ എൻഡോത്തീലിയം, ഇതിന് നടുവിലായിട്ട് ഒരു ബേസ്മെന്റ് സബ്സ്റ്റൻസ്. സോ ഓഡ് വൺ ഓർ ഇതിലില്ലാത്തത് ഇസ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ.
Moving on to the next question. Which of the following organisms undergo respiration during diffusion? Sorry, which of the following organisms undergo respiration through diffusion? Diffusion വഴി respire ചെയ്യുന്ന organism ഏതാണ്? Option A, sponges. Option B, mammals. Option C, bats. Or option D, whales. Option A, sponges. Sponges. Pretty much an easy question. Direct ആയിട്ടുള്ളതാണ്. സ്പോഞ്ചസ് ആണ്. സ്പോഞ്ചസ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ വഴിയാണ്. അപ്പം അവരുടെ ബോഡി സർഫസും ആൻഡ് സറൗണ്ടിങ്സും തമ്മിൽ ഡിഫ്യൂഷൻ വഴിയാണ് റെസ്പിറേഷൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കെ നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോം ഓഫ് റെസ്പിറേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Earthworms respire through organs called option A, trachea, option B, cuticle, option C, book lungs, or option D, heart. Earthworms The correct answer for this question is option B, cuticle. Earthworms അവരുടെ സ്കിൻ സർഫസ് വഴിയാണ് റെസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് നടത്തുന്നത്. ഈ ക്യൂട്ടിക്കിൾ ഭയങ്കര മോയിസ്റ്റ് ആയിരിക്കും. ബോഡി സെഗ്മെന്റ്സിനിടയിലുള്ള ക്യൂട്ടിക്കിൾ ഭയങ്കര മോയ്സ്ചർ ഉണ്ടായിരിക്കും. അപ്പം അതിനൊരു പ്രൊട്ടക്റ്റീവ് പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട് മോയ്സ്ചർ ഉള്ളതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following part is known as the sound box of our body system? Option A, vocal gland. Option B, pharynx. Option C, larynx. Or option D, nasopharynx. Option C, larynx. Yes, correct answer. Yes, correct answer is option C, larynx. Larynx is known as the sound box of our body system. It is a cartilage and helps in the production of sound. So it is also known as sound box. Then larynx in a opening guard in a flap on epiglottis, and larynx also helps in the regulation of our pitch and volume. Next question. At which thoracic vertebrae does the trachea branch? Trachea branch is the thoracic vertebrae. Option A, 6th thoracic vertebrae. Option B, 4th thoracic vertebrae. Option C, 5th thoracic vertebrae. Or option D, 2nd thoracic vertebrae. Fifth. Option C, fifth. Yep, the correct answer is option C, 5th thoracic vertebrae. Trachea, 5th thoracic vertebrae ആണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രോങ്കി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള ആദ്യത്തെ ഡിവിഷൻ. ട്രക്കിയയിലാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ആദ്യത്തെ ഡിവിഷൻ സംഭവിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈറ്റൽ കപ്പാസിറ്റി ഇക്വേഷൻ എന്താണ്? ഓപ്ഷൻ എ, ERV plus RV. Option B, IRV plus TV. Option C, IRV plus TV plus ERV plus RV. Or option D, IRV plus ERV plus TV. Option D, IRV plus. The correct answer is option D. In vital capacity എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിൽ നിന്ന് ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ വഴി എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോളിയം ഓഫ് എയർ ആണ്. അപ്പം it includes inspiratory reserve volume, then expiratory reserve volume and tidal volume. ഇത് മൂന്നും കൂടെ സം ചെയ്യുമ്പോഴാണ് നമുക്ക് വൈറ്റൽ കപ്പാസിറ്റി കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Emphysema is marked by option A, inflammation of nasal passage. Option B, twisting of trachea. Option C, filling of mucus in lungs. Or option D, damage of alveolar walls. എംഫിസിമയുടെ മേജർ സിംറ്റം അല്ലെങ്കിൽ മേജർ കോംപ്ലിക്കേഷൻ എന്താണ്? Alveolar valves. Yes, the correct answer is option D, damage of alveolar walls. അപ്പം ഇത് കാരണം ആൽവിയോളാർ വോൾസിന്റെ ഡാമേജ് കാരണം നമ്മുടെ ബോഡി പാർട്സിലോട്ടൊന്നും ഓക്സിജൻ പ്രോപ്പർ ആയിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ബ്ലഡിലോട്ട് പ്രോപ്പർ ആയിട്ട് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യൂല. ആൻഡ് ഇതിന്റെ മെയിൻ കാരണം എംഫിസിമയുടെ മെയിൻ കാരണം എന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. നമുക്ക് ഫൈനലായിട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Where does the mouth lead into alimentary canal? Option A, pharynx. Option B, larynx. Option C, oral cavity. Or option D, tongue. Option C, oral cavity. Correct answer is option C, oral cavity. Oral cavity അല്ലെങ്കിൽ buccal cavity. ഇതാണ് നമ്മുടെ മൗത്തിന്റെ ഓപ്പണിംഗ്. കാരണം മൗത്ത് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ക്യാവിറ്റിയിലോട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
According to food habit, what kind of teeth are present in human beings? Option A, Bunodont. Option B, Cecodont. Option C, Selenodont. Or option D, Lophodont. Option A. The correct answer is option A, Bunodont dentition. Bunodont teeth എന്ന് പറയുമ്പം ഇത് ഒംനിവോഴ്സിന്റെ കേസസിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഡെന്റേഷൻ ഉള്ളത്. ഇവർക്ക് ദേ ഹാവ് ലോ റൗണ്ടഡ് കസ്റ്റ്, കുറെ ലാർജ് സർഫസ് ഏരിയ ഉണ്ടായിരിക്കും നമ്മുടെ ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാനും ക്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ദെൻ സീക്കോഡോണ്ട് എന്ന് പറയുമ്പോൾ കാർണിവോർസിന്റെ കേസാണ്. അപ്പൊ കടിച്ച് പറിക്കാനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര മീറ്റിനൊക്കെ ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കീറാൻ വേണ്ടിയിട്ട് ബ്ലേഡ് പോലത്തെ ടീത്ത്സ് ആണ് അവർക്ക് ഉണ്ടാവുക. ദെൻ സെലിനോഡോൺ ടീത്ത് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഹെർബിവോർസിന്റെ കേസ്. സെലിനോഡോണും ലോഫോഡോൺ ടീത്തും ഹെർബിവോർസിന്റെ കേസിലാണ് ഉണ്ടാവുക. സെലിനോഡോൺ ടീത്ത് ദേ ഹാവ് ക്രിസൻ ഷേപ്ഡ് കാസ്റ്റ്, കൂടുതലും ഭയങ്കര ടഫ് കട്ടിയുള്ള പ്ലാൻ മെറ്റീരിയൽസിനൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ലോഫോഡോൺ ടീത്തും ഭയങ്കര റിഡ്ജസ് ഒക്കെ ഉണ്ട്, ച്യൂയിങ് സർഫസിൽ കുറെ റിഡ്ജ് ഒക്കെ ഉണ്ടാവും ചവയ്ക്കാൻ വേണ്ടിയിട്ട് ഹെർബിവോർസിന്റെ കേസിൽ. സെലിനോഡോൺ ടീത്ത് കാറ്റിൽസിന്റെ കേസിലും ലോഫോഡോൺ ടീത്ത് എലിഫന്റ്സിന്റെ കേസിലുമാണ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ഡിഫ്യൂഡോൺ ടൈപ്പ് ഓഫ് ഡെന്റേഷൻ? എന്താണ് ഡിഫ്യൂഡോൺ ടൈപ്പ് ഡെന്റേഷൻ? ഓപ്ഷൻ എ, 2 types of teeth. Option B, 2 layers of teeth. Option C, 3 types of teeth. Or option D, 2 sets of teeth during life. Option D, sir. Correct answer is option D, 2 sets of teeth during life. Diffudon teeth ഉള്ള ഡെന്റേഷൻ ആനിമൽസിന് 2 ടീത്ത് ആയിരിക്കും, സെറ്റ് ഓഫ് ടീത്ത് ആയിരിക്കും ലൈഫ് ടൈം. അപ്പൊ ആദ്യത്തെ ടീത്ത് പറയുന്നത് ടെമ്പററി ടീത്ത് ആയിരിക്കും, മിൽക്ക് ടീത്ത് എന്നൊക്കെയാണ് പറയാ. ആൻഡ് നമ്മുടെ ഹ്യൂമൻസിന്റെ കേസിൽ ഇത് ഒരു 12 to 13 years ആകുമ്പോഴേക്കും ഒക്കെ റിപ്ലേസ് ചെയ്തിട്ട് പെർമനന്റ് ടീത്ത് നമുക്ക് കിട്ടും. Then next question, epiglottis is made of which of the following tissue? Option A, ligament. Option B, tendon. Option C, cartilage. Or option D, bone. Option C, cartilage. എപ്പിഗ്ലോട്ടസ് എന്ന് പറയുന്നത് കാർട്ടിലേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ലാരിങ്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സിലോട്ട് ഫുഡ് എൻറ്റർ ചെയ്യാതിരിക്കും, വിൻ പൈപ്പിലോട്ട് ഫുഡ് വരാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു കാർട്ടിലേജ് ഫ്ലാപ്പ് ആണ് epiglottis എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which portion of stomach opens into small intestine? Option A, cardiac portion. Option B, fundic portion. Option C, pyloric portion. Or option D, body portion. Option C, pyloric portion. Pyloric portion, sir. Pyloric. Answer is option C, pyloric portion. നമ്മുടെ സ്റ്റമക്കിന് 4 റീജൻസ് ആണുള്ളത്, ഫണ്ടസ്, കാർഡിയാക്, ബോഡി ആൻഡ് പൈലോറിക് റീജൻസ്. പൈലോറിക് റീജൻ ആണ് സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ആ ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് പൈലോറിക് സ്ഫിങ്ക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, vermiform appendix arises from which part of the large intestine? Option A, transverse colon. Option B, sigmoid colon. Option C, rectum. Option C, cecum. Or option D, rectum. Option B, sigmoid colon. Sigmoid colon. Correct answer is actually option C, cecum. Vermiform എന്ന് പറയുന്നത് ഒരു നാരോ ഫിംഗർ ലൈക്ക് ട്യൂബുലർ പ്രൊജക്ഷൻ ആണ്. ഇത് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലുള്ള സീക്കം എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ് അറൈസ് ചെയ്യുന്നത്. ആൻഡ് vermiform അപ്പൻഡിക്സ് ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്, വിച്ച് മീൻസ് നമ്മുടെ ബോഡിക്ക് വേണ്ടി വലിയ കാര്യമായിട്ട് ഫംഗ്ഷൻ ഒന്നും പെർഫോം ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which type of microorganisms does cecum host? Cecum region എങ്ങനത്തെ മൈക്രോ ഓർഗാനിസംസ് ആണ് ഉള്ളത്? ഓപ്ഷൻ എ, സിംബയോട്ടിക്. ഓപ്ഷൻ ബി, സാപ്രോഫൈറ്റിക്. ഓപ്ഷൻ സി, ഡെട്രിവോറസ്. ഓർ ഓപ്ഷൻ ഡി, പാരാസൈറ്റിക്. Option A. Yes, the correct answer is option A, symbiotic microorganism. Symbiotic microorganisms എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിട്ട് കുറച്ച് ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ലെയർ ഓഫ് alimentary canal goblet cells are present? alimentary canal goblet cells ഏത് ലെയറിലാണ് ഉള്ളത്? ഓപ്ഷൻ എ, സെറോസ. ഓപ്ഷൻ ബി, മ്യൂക്കോസ. ഓപ്ഷൻ സി, മസ്കുലാരസ്. ഓർ ഓപ്ഷൻ ഡി, സബ് മ്യൂക്കോസ. Sorry, ഓപ്ഷൻ കൃത്യമായി കേട്ടില്ല. നമുക്ക് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ബി, മ്യൂക്കോസ. മ്യൂക്കോസയാണ് നമ്മുടെ അലിമെന്ററി കനാലില് ഗോബ്ലറ്റ് സെൽസ്
കണ്ടെയ്ൻ ചെയ്യുന്നത്. ഈ ഗോബ്ലെറ്റ് സെൽസ് ആണ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നത് ലൂബ്രിക്കേഷൻ വേണ്ടിയിട്ട്. എലിമെന്ററി കനാലിന്റെ 4 ലെയേഴ്സും ഓരോ റീജിയനിലും ഓരോ സെൽസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കോസയിലായിരിക്കും, പക്ഷെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിന്റെ കേസിൽ വേറെ ഏതെങ്കിലും ലെയറിലായിരിക്കും ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ടായിരിക്കുക. സോ 4 ലെയേഴ്സിലും ഏതെങ്കിലുമൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടായിരിക്കും വിച്ച് സെക്രീറ്റ്സ് certain enzymes or secretions. In which layer of alimentary canal the glands are present in duodenum? Duodenal glands alimentary canal ഏത് ലെയറിലാണ് ഉള്ളത്? ഓപ്ഷൻ എ submucosa, ഓപ്ഷൻ ബി muscularis, ഓപ്ഷൻ സി mucosa or ഓപ്ഷൻ ഡി serosa. The correct answer is submucosa തന്നെയാണ്. ഡുവോഡിനത്തിലെ സബ്മ്യൂക്കോസയിലാണ് ഗ്ലാൻസ് ഒക്കെ ഡുവോഡിനൽ ഗ്ലാൻസ് ഉള്ളത്. So submucosal layer, it is formed of loose connective tissue which contains nerves, blood and lymph vessels. Next question. Which of the following is a symptom of jaundice? Option A, bile salts deposit in the liver. Option B, bile salts deposit in eyes. Option C, bile pigments deposit in liver. Or option D, bile pigments deposit in the eyes. Bile pigments deposit in the eyes. Yes. Our correct answer is option D, bile pigments deposit in the eyes. ഇത് നമ്മുടെ സ്കിന്നിന്റെ യെല്ലോയിങ് ഒക്കെ കോസ് ചെയ്യും. അതെ, അപ്പം ഇത് മെയിൻലി ഇതിന് കാരണം എന്ന് പറയുന്നത് ബിലിറൂബിൻ എന്ന് പറഞ്ഞ ബൈൽ പിഗ്മെന്റ്സിന്റെ ഡെപ്പോസിഷൻ കാരണമാണ്. സ്കിന്നിലും ഐസിലൊക്കെ ബിലിറൂബിൻ എന്ന് പറഞ്ഞ ബൈൽ പിഗ്മെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ ഐസും സ്കിന്നും ഒക്കെ യെല്ലോ കളറായി മാറും. ഇത് കാരണം കുറെ സിവിയർ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇച്ചിങ്, ഫീവർ, ചിൽസ്, പിന്നെ ഫ്ലൂ ഇതൊക്കെ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ കൈലോമൈക്രോൺസ്? ഓപ്ഷൻ എ, very large protein coated fat molecules, coated protein molecules. Or option C, very small protein coated fat molecules. Option D, very small fat coated protein molecules. Okay. Option A, very large protein. Yes. Actually, the answer is option A, very large protein coated fat molecules. പക്ഷെ ഞാനിത് കൊടുത്തേക്ക് എനിക്ക് തന്നത് very small protein coated fat molecules ആണ്. It is actually they are large triglyceride rich lipoproteins ആണ്. ലാർജ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് കൈലോമൈക്രോൺസ്. അപ്പം അത് എന്നിട്ട് നമ്മുടെ ഫാറ്റ് ബ്ലഡ് സ്ട്രീം വഴി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്. അപ്പൊ ഞാനിത് കറക്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ തരുന്നതായിരിക്കും. Next question. What initiates a signal for defecation? Option A, fecus in the colon. Option B, fecus in the rectum. Option C, fecus in the cecum. Or option D, fecus in ileum. Fecus in the rectum. Yes, the correct answer is option B, fecus in the rectum. Fecus last store ചെയ്ത് വെക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് റെക്ടം ആണ്. റെക്ടത്തില് ഫീക്കസ് സോളിഡിഫൈ ചെയ്ത് സ്റ്റോർ ചെയ്ത് ഒരു ന്യൂറൽ റിഫ്ലെക്സ് ഇനീഷ്യേറ്റ് ചെയ്യും. അത് കാരണം നമുക്ക് ഡെഫിക്കേഷനുള്ള സിഗ്നൽ കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ ഗ്രോസ് calorific value of proteins? Option A, 4 kilocalorie per energy. Option B, 5.65 kilocalorie per gram. Option C, 9 kilocalorie per gram. Or option D, 9.45 kilocalorie per gram. Option B, 5.65. The correct answer is option B, 5.65 kilocalorie per gram. Carbohydrates in the gross calorific value is 4.1 kilocalorie per gram, and fats in the it is 9.45 kilocalorie per gram. So, ഏറ്റവും കൂടുതൽ calorific value ഉള്ളത് ഫാറ്റ്സിലാണ്. Next question. What is the weight of the largest gland of human body? Option A, 1.2 to 1.3 kilogram. Option B, 1.3 to 1.4 kilogram. Option C, 1 to 1.5 kilogram. Or option D, 1.5 kilogram. Option D. The correct answer.
Yeah, the correct answer is option D, 1.2 to 1.5 kilogram. Largest gland എന്ന് പറയുന്നത് നമ്മുടെ liver ആണ്. Liverന്റെ weight is around 1.2 to 1.5 kilogram. And നമ്മുടെ almost body weight almost 2% ഓളം body weight എന്ന് പറയുന്നത് liver ആണ്. നമ്മുടെ abdominal cavity ലാണ് സിറ്റ് ചെയ്തിരിക്കുന്നത് and it has 2 lobes. So yeah. അപ്പം ഇന്നത്തേക്ക് നമ്മുടെ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു ഇതോടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റ് എക്സാം 2024 ജൂലൈ 13. കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സിലബസ് കവർ ചെയ്താൽ മാത്രം പോരാ. ഉയർന്ന റാങ്കിലെത്താൻ ടൈം മാനേജ്മെന്റോട് കൂടിയ മോക്ക് ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ടെക് PSC അതിനായി നിങ്ങൾക്കൊരു സുവർണാവസരം ഒരുക്കുന്നു. വിജയ ചരിത്രം ആവർത്തിക്കുവാൻ ടെക് PSCയുടെ സ്മാർട്ട് മോക്ക് ടെസ്റ്റ് പ്രോഗ്രാം ഇപ്പോൾ നിങ്ങൾക്കും ആക്സസ് ചെയ്യാം. ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം തയ്യാറാക്കിയ ഈ മോക്ക് ടെസ്റ്റ് സീരീസിൽ 5000-ലധികം ഈ എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 20ഓളം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാമുകൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. അതും വെറും 299 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. zoology almost എല്ലാ modules chapters ഉള്ള questions discuss ചെയ്ത് കഴിഞ്ഞു. So yeah, that's all for today's class. Thank you for listening.